ലിയോഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ആ ജ്വല്ലറിയുടെ പുറകിലുള്ള കഥയെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏകദേശം 35 വർഷത്തോളമായിട്ട് നമ്മൾ ഈ ആഭരണ നിർമ്മാണ വ്യവസായത്തിൽ നമ്മൾ ആഭരണം നിർമ്മിക്കുന്നതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ലൈൻ. എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജ്വല്ലറികൾക്കെല്ലാം സപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു അതിൽ നിന്നാണ് നമ്മൾ ഒരു റീറ്റെയിൽ പ്രസ്ഥാനത്തിലോട്ട് നമ്മളിപ്പോൾ മാറിപ്പോകുന്നത്. അപ്പം ഇന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ലിയോഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കൂടെ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ നല്ല കട്ട സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ജ്വല്ലറികളിലേക്ക് സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം എന്താണെങ്കിൽ നമ്മൾ ആ ഒരു ഇടനിലക്കാര് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് അവിടെ ഇല്ല. അപ്പൊ കസ്റ്റമറിലേക്ക് നമ്മൾ നേരിട്ട് എത്താണ്. അതാണ് ഹോൾസെയിൽ എന്ന് പറയുന്ന ആ വാക്കിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മുടെ നേരത്തെയുള്ള ഷൂട്ടുകളിലും അല്ലെങ്കിൽ നേരത്തെയുള്ള വീഡിയോസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ലിയോഫിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിനെ കുറിച്ചും ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേരത്തെയുള്ള വീഡിയോസിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയാ, നമുക്ക് ആ ഒരു കോൺഫിഡന്റ് നമുക്ക് ആ കസ്റ്റമറിൽ നമുക്ക് ആ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ ആ ഒരു കോൺഫിഡന്റ് ആണ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ നമ്മൾ ഒരുപാട് ഓഫറുകളും നമ്മൾ ഒരുപാട് സ്കീമുകളും നമ്മളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പാഡിഫൈല്, യു ക്യാൻ ഡിഫൈഡ് ദ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്ന ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് വളരെ സന്തോഷത്തോടും അതുപോലെ തന്നെ സ്നേഹത്തോടും കൂടിയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഒരുപാട് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതും ഒരുപാട് കസ്റ്റമേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ജ്വല്ലറിയാണ് ലിയോഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലിയോഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോഴും കേരളത്തിനും പുറത്തും ഒരുപാട് ജ്വല്ലറികളിലേക്ക് ഓർണമെന്റ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഓൺ പ്രൊഡക്ഷൻ ആണ്. നമുക്ക് ഒരുപാട് സ്മിത്ത് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ജ്വല്ലറിയിലേക്ക് മാത്രം അല്ല, നമ്മൾ ഒരുപാട് ജ്വല്ലറികളിലോട്ട് പുറത്ത്, ഞാൻ ആ പേരുകളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്ന് മാത്രം, ഒരുപാട് ജ്വല്ലറികളിലോട്ട് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു റേറ്റ് വേറൊരു എന്താ പറയാ, അത്രയും ഒരു കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ നമുക്ക് വേറെ ഇടനിലക്കാരൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു മേക്കിംഗ് ചാർജിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നതും. അത് ഇപ്പോൾ കേരള ഓർണമെന്റ്സ് മാത്രമല്ല, ബോംബെ ആണെങ്കിലും ബംഗാളി, അതുപോലെ ചെട്ടിനാട് ആന്റിക്, നഗാഫ് ഐറ്റങ്ങളിൽ പോലും ഡയമണ്ടും നമ്മൾ ഇപ്പൊ ആ രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും നമുക്ക് ആ ഒരു പ്രൈസ് കസ്റ്റമറിലോട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്.